പക്ഷെ തുടരും ഏകാധിപത്യം, തുടരും അടിമത്തം, തുടരും മുതലാളിത്തം. 2 തവണ CM, പാർട്ടി സെക്രട്ടറി. പറഞ്ഞു വരുന്നത് ഗോവിന്ദനും പിണറായിയും ആ സ്ഥാനത്ത് തന്നെ തുടരും. സഖാക്കളൊക്കെ അലമുറിയിട്ട് വിളിച്ചു കൂവി എങ്ങനെയും രണ്ടിനെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കണമെങ്കിലേ പാർട്ടി രക്ഷപ്പെടുമെന്ന്. പക്ഷേ ഒരു തരത്തിൽ ഇറങ്ങിപ്പോകില്ല എന്ന തരത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളുടെ വടി കാണുമ്പോൾ തന്നെ പണ്ടത്തെ പോലെ നെഞ്ചിക്കയറ്റം ഇപ്പോഴും ഉണ്ട്. ഇന്നലെയും ഞാൻ പറയാനുള്ള പറയും, എൻ്റെ പുറകെ നടക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളോട് കയർക്കുകയും ചൂടാവുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. ഇത്രയൊക്കെ പാർട്ടിയെ തോൽപ്പിച്ചത് ഈ ഒരൊറ്റ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് പാർട്ടി സഖാക്കൾ ഒരാവർത്തി വിളിച്ചു കൂകി പറഞ്ഞിട്ടും ഇദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരുത്താൻ പാർട്ടിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? മറ്റാരും ഇല്ലാത്തതാണോ? ഇല്ലാത്തതുകൊണ്ടല്ല, ഇയാളെക്കാൾ അധികാരം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികൾക്ക് ഏത് ഇത്ര വലിയ നേതാവായാലും ആ നേതാവിനേക്കാൾ വലുതാണല്ലോ പാർട്ടി. പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ വിനാശം ആ പാർട്ടി ഇല്ലാതാക്കി എന്നുള്ളതാണ്. പാർട്ടിയുടെ പവർ കളഞ്ഞു, പാർട്ടിയുടെ നിലവാരം കളഞ്ഞു, പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുക എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് സാധിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റണമെന്ന് പറയാൻ പോലുള്ള ആളുകൾ മിണ്ടാൻ മറന്നുപോയിരിക്കുന്നു ആളുകൾ. പിന്നെ കമ്മിറ്റികൾ കൂടിയിട്ട് അഭിപ്രായം പറയുന്ന ഒരു രീതി, അഭിപ്രായം പറഞ്ഞാൽ തലവെട്ടുന്ന രീതിയാണല്ലോ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉണ്ടാക്കി വെച്ചത്. 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ, അല്ലേ? 10 കൊല്ലം മുഖ്യമന്ത്രിയുമായി. ആ 25 കൊല്ലം ചരിത്രം സൃഷ്ടിച്ചു. ആ 25 കൊല്ലം കൊണ്ടുള്ള ചരിത്രം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്തി, അതിൻ്റെ അന്തസ്സും അതിൻ്റെ പ്രവർത്തന രീതിയും കളഞ്ഞു കുടിച്ചു. വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നത് ആരാണ് ഇപ്പം മിണ്ടാനുള്ളത്? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും വാഴുന്നത്. സത്യത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ ആരാ തോൽപ്പിച്ചത്? അത് നമ്മൾ ശരിയായിട്ട് എപ്പോഴും വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഒരു കാലത്തും നമുക്ക് തെറ്റിയിട്ടില്ല. ഞാൻ ഈ ഇലക്ഷൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെയൊക്കെ ചർച്ചകളിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പല സർവേ റിപ്പോർട്ടുകളും പെയ്ഡ് സർവേ റിപ്പോർട്ടുകളൊക്കെ തന്നെ LDF മൂന്നാമതും വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വലിയ വലിയ ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മെറിറ്റ് കൊണ്ട് തോൽപ്പിക്കാനൊന്നും, 10 കൊല്ലത്തെ പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കാനുള്ള മെറിറ്റ് ഒന്നും UDF-ന് ഉണ്ടായിരുന്നില്ലല്ലോ, ഇല്ല. എന്നാൽ തോൽപ്പിക്കാൻ മാത്രമുള്ള ശേഷി തൽക്കാലം BJP-ക്കും ഇല്ല, NDA-ക്കും ഇല്ല. എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും ഇടതുപക്ഷവും തോൽക്കും. എന്തുകൊണ്ട്? അവരെ തോൽപ്പിക്കാൻ പോകുന്നത് സാക്ഷാൽ ഇടതുപക്ഷക്കാരാണ്. CPM-നെ CPM-കാർ തോൽപ്പിക്കും എന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ള എൻ്റെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മളും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഒരു പൾസായിരുന്നു, വികാരമായിരുന്നു. ആരാണ് തോൽപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ പിണറായി വിജയനെ തോൽപ്പിച്ചാൽ UDF-ന്റെ വിജയമാണെന്നൊന്നും ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിണറായി വിജയനെതിരായിട്ട് വോട്ട് ചെയ്യാൻ ആർക്ക് പറ്റും? ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് ആകെ നോക്കിയത് പിണറായി വിജയൻ പറഞ്ഞു കൊടുത്ത ഒരു മുദ്രാവാക്യം, പഠിപ്പിച്ച് വെച്ച ഒറ്റ മുദ്രാവാക്യം, LDF അല്ലാതെ മറ്റാരുണ്ട്? അത് നോക്കി. LDF അല്ലാത്ത ആരുണ്ടോ അവർക്ക് കുത്തി. ആരാണ്? അത് മാത്രമല്ല, ബുദ്ധിപൂർവ്വം ചെയ്തു. ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത്, ഏറ്റവും പ്രായോഗികമായത് എന്താണോ അത് ചെയ്തു. ചിലയിടത്ത് 2-3 മണ്ഡലങ്ങളിൽ അവർക്ക് തോന്നി BJP-ക്ക് വോട്ട് ചെയ്താലും മതി, പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി തോറ്റോളും. അങ്ങനെയാണ് 3 സ്ഥലത്തെങ്കിലും ജയിച്ചത്. അതിലേറെ സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ചിലതൊക്കെ BJP-യുടെ ഒക്കെ പിടിപ്പുകേട് കൊണ്ട് പോയതാണ്. അപ്പോൾ എന്തായാലും പിണറായി വിജയനെ തോൽപ്പിച്ചത് ആരാണ്? പിണറായി വിജയനെ തോൽപ്പിച്ചത് ഇടതുപക്ഷക്കാരും CPM-കാരുമാണ്. അല്ലെങ്കിൽ ധർമ്മടം മണ്ഡലത്തിൽ ആരാ വോട്ട് കുറച്ചത്? ധർമ്മടം മണ്ഡലവും സത്യത്തിൽ തോൽക്കേണ്ടതാണല്ലോ. അവിടെ UDF ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, UDF-ന്റെ സംസ്ഥാന നേതൃത്വം അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനും തോൽക്കുമായിരുന്നു. മഹാഭാഗ്യത്തിന് ജയിച്ചതാണ്, കഷ്ടിച്ച്. ഇവരുടെ പിടിപ്പുകേട് കൊണ്ട് തോറ്റതാണ്. അപ്പോൾ ധർമ്മടത്ത് ആരാ തോൽപ്പിച്ചത്? പോട്ടെ, കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ CPM-ന്റെ ഏറ്റവും വലിയ ഉരുക്ക് കോട്ടയാണല്ലോ. അവിടെയല്ലേ അവരുടെ ഏറ്റവും വലിയ കോട്ടയായ 2 സീറ്റുകൾ തോറ്റത്? എങ്ങനെ തോറ്റു? ആരെങ്കിലും വലിയ കേമന്മാരായ കോൺഗ്രസ് നേതാക്കന്മാർ, K. സുധാകരനോ സണ്ണി ജോസഫ് ഒന്നുമല്ലല്ലോ തോൽപ്പിച്ചത്. ഈ പൊട്ടിയ 2 കോട്ടയിൽ തോൽപ്പിച്ച ആരാ? CPM-ൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പണ്ടൊക്കെ ഏതെങ്കിലും CPM-കാരൻ ഇറങ്ങിപ്പോന്നിട്ട് വേണമെങ്കിൽ വീട്ടിലിരിക്കുക, ആരോടും മിണ്ടാതെ എന്നല്ലാതെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ പറ്റുമോ? ഇരിക്കില്ല. അതാണ്. പ്രാണനിൽ കൊതിയുള്ള ഒരാളും നോമിനേഷൻ കൊടുക്കാൻ പോകില്ല, UDF-ന്റെ പിന്തുണ വാങ്ങൂല.
UDF പിന്തുണ വാങ്ങിയിട്ട് നിൽക്കാൻ ശ്രമിച്ച ഒരാളെ വിജയിച്ചിട്ടുള്ളൂ, അത് ഇദ്ദേഹം MP രാഘവനാണ്. പക്ഷെ അദ്ദേഹം പോലും അനുഭവിച്ചു കൂട്ടിയത് എത്ര, അദ്ദേഹത്തിൻ്റെ ജീവനൊക്കെ എത്ര തവണയാണ് അപായത്തിലായത്, അദ്ദേഹത്തെ കൊല്ലാൻ പോയിട്ട് എത്ര പേരെയാണ് പോലീസ് നേരിട്ടത്, അന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് പയ്യന്നൂരും തളിപ്പറമ്പും എന്ന് പറഞ്ഞാൽ 2 പൊന്നാപുരം കോട്ടയെ, ആ കോട്ടയിൽ CPM നേതാക്കന്മാർ ഇറങ്ങി വന്ന് നോമിനേഷൻ കൊടുത്ത് UDF പിന്തുണയോടെ ജയിച്ചു. അമ്പലപ്പുഴയിൽ G സുധാകരൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ CPM കോട്ടയിലൊക്കെ CPMകാർ തന്നെ CPM തോൽപ്പിച്ചു. അത് വെറുതെ ഒരാൾ ഒറ്റക്കായ നടക്കുമോ? ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയം എന്താ? കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയം ആദ്യം തന്നെ ഒരു നേതാവ് പറയുകയാണ്, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമതന്മാരാണ് ജയിച്ചത്, ശരിയാണ്, പക്ഷെ അവരെ കൂടി ചേർത്ത് പിടിക്കണം. എന്തുകൊണ്ടാണ് ജനങ്ങൾ അവരെ പിന്തുണച്ചത് നമ്മൾ പരിശോധിക്കണം. ആരാ പറയുന്നത്? MV ജയരാജൻ എന്ന് പറയുന്ന CPM ഏറ്റവും വലിയ, കണ്ണൂരിലെ ഏറ്റവും വലിയ നേതാവ് പറയുന്നത്. ഉടനെ MV ഗോവിന്ദൻ തിരിച്ചടിച്ചു, അത് പാർട്ടി നയമല്ല. അത് ഞാൻ പറയും. കാരണം എന്താ ആ പറഞ്ഞത്? MV ജയരാജൻ പറഞ്ഞത് MV ഗോവിന്ദനെതിരെയാണ് എന്ന് മറ്റൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെങ്കിലും ഇത് ആ മനുഷ്യന് മനസ്സിലായി, മൂപ്പർക്കെതിരാണെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? MV ജയരാജൻ MV ഗോവിന്ദനെതിരെ വെടിപൊട്ടിച്ചു എന്നാ. അടുത്തയാളാരാ? KK രാഗേഷ്. KK രാഗേഷ് എന്താ? KK രാഗേഷ് പറഞ്ഞു എന്താ സതീശനെതിരായിട്ട് പറയാൻ എന്തെല്ലാം രാഷ്ട്രീയമുണ്ട്. സതീശൻ ഈ വിഴിഞ്ഞം കേസിൽ സതീശനെ ഒറ്റപ്പെടുത്തി എടുത്താൻ ശ്രമിച്ചു. അദാനിയുടെ മംഗലാപുരത്ത് പോയി അദാനിയെ കണ്ട് കാശ് വാങ്ങിയിട്ടെന്നൊക്കെ. അദാനിയുടെ കാശ് പറ്റാത്തൊരു ടീമേ. ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടിക്കെതിരെ എന്തൊക്കെ പറഞ്ഞതാ, എത്ര കോടി അഴിമതി ആരോപിച്ചതാ. അതിനേക്കാൾ കൂടിയ പണം കിട്ടിയപ്പോഴല്ലേ പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ട് ഒപ്പുവെച്ചത്. എന്നിട്ട് ഏത് ഗവൺമെൻറ് വരുമ്പോഴും അവർക്ക് പറ്റിയ സെക്രട്ടറിമാരെ വെക്കും. അങ്ങനെയല്ലേ വെക്കുക ഗവൺമെൻറ്? അവിടെ ദിവ്യ എസ് അയ്യർ ഒരു കേരളത്തിലെ ഒരു പൈങ്കിളി IAS ഓഫീസറാണ്. അവർക്ക് എങ്ങനെയാണ് വാർത്തയിൽ വരേണ്ടതെന്ന് അറിയാം. കോൺഗ്രസ് കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് സുരക്ഷിതമായി അധികാരത്തിലിരിക്കാനുള്ള സൗകര്യം എന്താ? CPMകാരെ, ഇടതുപക്ഷക്കാരെ കൂടെ നിർത്തുക. അതിനാണ് അദ്ദേഹം ഓർമ്മയില്ലേ K രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച ഓർമ്മയില്ലേ? KK രാഗേഷിനെ കൃത്യമായിട്ട് ഈ അമ്മ എന്നും ഉപയോഗിച്ചിരുന്നു. എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക്. കാരണം ഇവരുടെ പേരിൽ വലിയ ഒരു ഭൂമി അഴിമതിയൊക്കെ വന്നിരുന്നു. വാസുകി IAS അന്ന് ഉണ്ടായിരുന്ന കാലം. ആ സമയത്ത് ആ കേസ് സത്യത്തിൽ ആരും അറിയാതെ മുക്കിക്കൊടുത്തത് KK രാഗേഷാണ്. KK രാഗേഷ് എവിടെ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആ കാലത്താണത്. എന്നിട്ട് KK രാഗേഷ് മുക്കിക്കൊടുത്തതിന് പരസ്പരം വാഴ്ത്തിക്കൊണ്ട് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദിവ്യ എസ് അയ്യർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ആദ്യത്തെ വാക്യം എന്താ അറിയോ? കർണനേക്കാൾ വലിയ KKR കവചം എന്നാ. കർണനാണല്ലോ കവചകുണ്ടലങ്ങളുള്ളത്. കർണനേക്കാൾ വലിയ ഒരു കവചവുമായി വന്ന് എന്നെ രക്ഷപ്പെടുത്തിയ രക്ഷകനാണ് KKR എന്ന് ഈ ദിവ്യ എസ് അയ്യർ ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദിവ്യ എസ് അയ്യർക്ക് വേണ്ടിയാണ് അവരെ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ ദിവ്യ എസ് അയ്യർക്ക് എന്തായിരുന്നു പണി? പിണറായി വിജയന് വേണ്ടി അദാനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക. സ്വാഭാവികമായിട്ടും സതീശൻ വന്നപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. ഇനി ദിവ്യ എസ് അയ്യരെ ആദ്യം പോസ്റ്റ് ചെയ്തപ്പോഴും വിവാദം ഉണ്ടായിട്ടുണ്ട്. അദീല അബ്ദുള്ള എന്ന് പറയുന്ന താരതമ്യേന ചെറുപ്പക്കാരിയായ നല്ല സൽപ്പേരുണ്ടാക്കിയ ഒരാളായിരുന്നു ആ കസേരയിൽ ഇരുന്നത്. അവരെ മാറ്റിയിട്ടാണ് പിണറായി വിജയൻ ഇവരെ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും സതീശൻ വരുമ്പോൾ അവരെ മാറ്റും. അതിന് ഇവന് സഹിക്കുന്നില്ല. ആർക്ക്? KK രാഗേഷ് ഭയങ്കരമായി ഇവരെ വാഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു. ആ നടപടി തെറ്റാണ്, അത് അദാനിക്കെതിരായിട്ട് അദാനിക്ക് വേണ്ടി ചെയ്ത പണിയാണ്. കേട്ടാൽ തോന്നും അദാനിയുടെ ശത്രുവാണ് ദിവ്യ എസ് അയ്യർ എന്ന്. പോട്ടെ, എന്താ സംഭവിച്ചത്? ഉടനെ മറുപടി വന്നു. ആരുടെ? KK ശൈലജ ടീച്ചർ മറുപടി പറഞ്ഞു. രാഗേഷ് അപ്പറഞ്ഞൊന്നും ശരിയല്ല, ഏത് ഗവൺമെൻറ്റും സെക്രട്ടറിമാരെ IAS ഉദ്യോഗസ്ഥന്മാരെ മാറ്റും, അതിൽ പ്രത്യേകിച്ച് വിവാദം ഉണ്ടാക്കേണ്ടതില്ല. ശൈലജ ടീച്ചർ പിന്തുണച്ചു എന്ന് മാത്രമല്ല, രാഗേഷ് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന് ഇവരും പറഞ്ഞു, ശ്രീമതി ടീച്ചറും പറഞ്ഞു. ഒടുവിൽ EP ജയരാജനും പറഞ്ഞു. EP ജയരാജൻ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നിരക്കാത്ത തരത്തിലുള്ള ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും ഒരുമിച്ച് നിന്നാൽ പോലും കണ്ണൂരിൽ ഇനി ആരാ ബാക്കിയുള്ളത്? 3 പേര് കൂടി വന്നാൽ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK രാഗേഷ്. ഈ 3 പേരെ ചവിട്ടിക്കൂട്ടി മൂലക്കാക്കിയിട്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടി മുഴുവനും, ഇതിൽ നമ്മൾ പേര് പറയാത്ത ഒരാളുണ്ട്, അയാളുടെ മഹാശക്തി ഇവർക്കെതിരെയുള്ള P ജയരാജനാണ്. P ജയരാജൻ, MV ജയരാജൻ,
EP ജയരാജൻ, ഈ ടീം മുഴുവനും, പിന്നെ പേര് പറയാത്ത കുറേ പേരുണ്ട്. ഈ ജയരാജന്മാരല്ലാത്ത പലരും ഉണ്ട് അവിടെ ജെയിംസ് മാത്യു ഉണ്ട്, സുകന്യയുണ്ട്, സത്യത്തിൽ തളിപ്പറമ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന സുകന്യയുണ്ട്. ഇവരുടെയൊക്കെ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്തുപോയ P ശശിയുണ്ട്. മാത്രമല്ല PP ദിവ്യയുണ്ട്. കണ്ണൂരിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് P ശശിയുണ്ട്. P ശശിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. P ശശിയുണ്ട്, PP ദിവ്യ. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ്റെ ശത്രു പട്ടികയിലാണ്. പിണറായി വിജയനെ ഒതുക്കാനും മാത്രമല്ല, പോളിറ്റ് ബ്യൂറോയിൽ എന്നൊക്കെ ചെന്നപ്പോൾ ആർക്കും തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല. ഒരു കണ്ടില്ലേ, പണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോരാനുള്ള റെയിൽവേ സ്റ്റേഷനിൽ വിമാനത്തിൻ്റെ സമയം പറഞ്ഞു കൊടുക്കാനെങ്കിൽ ഈ മനുഷ്യൻ്റെ ആൾ വേണ്ടേ? ഒരുത്തനുണ്ടായി, വിമാനം അതിൻ്റെ വഴിക്ക് പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ അവസ്ഥയിൽ പിണറായി വിജയൻ പൊതുവെ പരിവാരങ്ങളില്ല, നോക്കാനാളില്ല, പാർട്ടിയിലാളില്ല, പിന്തുണയില്ല. ഇത് വരേണ്ടതാണ്. കാരണം ഒരു കഴിവുകെട്ട മനുഷ്യൻ വഴിവിട്ട മാർഗത്തിൽ, മാഫിയ മാർഗത്തിലൂടെ വന്നിട്ട് ആദ്യം CPM-നെ പോലെ ഒരു പാർട്ടിയെ സമ്പൂർണ്ണമായി കൈയടക്കി. VS-നെ പോലെ, MM ലോറൻസിനെ പോലെ വലിയ നേതാക്കളെ, അതുപോലെ വലിയ നേതാക്കളെ, KPS ഉള്ള ഒരുപാട് നേതാക്കളെ ഒതുക്കി കൂട്ടി മൂലക്കാക്കി. എന്നിട്ടാണ് പാർട്ടി കൈയടക്കിയത്. പതുക്കെ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിക്കളഞ്ഞ് മുന്നണിയെ അവഗണിച്ച് കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് അഡ്വൈസർമാരെ വെച്ച് ഭരണം കൈയടക്കി. ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല, വഴിവിട്ട മാർഗങ്ങളിലൂടെയാണ്. ഇദ്ദേഹം സമ്പാദിച്ചതും ഇദ്ദേഹം അഴിമതി നടത്തിയതൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ്, പാർട്ടിക്ക് വേണ്ടി പോലും അല്ല. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇദ്ദേഹം എക്സ്പോസ്ഡ് ആവും. ഇദ്ദേഹം എന്താണെന്ന് ജനം തിരിച്ചറിയും. ഇപ്പോൾ 2 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒന്ന്, പിണറായി വിജയൻ സ്വാർത്ഥനാണ്, അഴിമതിക്കാരനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമല്ലാത്ത അജണ്ടയില്ല. പിണറായി വിജയൻ വലിയ ക്രിമിനൽ കുറ്റത്തിൻ്റെ റെക്കോർഡുള്ള ഒരാളാണ്. വേറൊന്ന്, സ്വന്തമായി ഭരിക്കാനുള്ള യാതൊരു ശേഷിയുമുള്ള ഒരു ഭരണാധികാരിയുടെ പ്രാഥമികമായ സാക്ഷരത പോലും ഇല്ലാത്ത ഒരാളാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ പെയ്ഡായിട്ടുള്ള ന്യൂസിൻ്റെ വാഴ്ത്തുപാട്ടായിരുന്നു. ഒരു എടുക്കാത്ത ഒരു നാണയമാണ് പിണറായി വിജയൻ ആർക്കും വേണ്ടാതായിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ ഒരു നീതിയാണ്. അത് കേരളം കാണാൻ എന്നോ കാത്തിരുന്നൊരു കാഴ്ചയാണ്. അധികാരം നഷ്ടപ്പെട്ട, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത, 5 പൈസയുടെ വിലയില്ലാത്ത ഒരു കഥാപാത്രമായി. ആര്? മാളിക മുകളേറിയ മന്നൻ. ഇപ്പോൾ തോളിൽ മാറാപ്പുമായിട്ട് നടക്കുക, നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ല. ഇത് കേരളം കാണാൻ കാത്തിരുന്ന കാവ്യാത്മകമായൊരു കാഴ്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.